ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച മറാഠ സംവരണ നേതാവ് മനോജ് ജാങ്കരെ പാട്ടീൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെന്ന കാരണത്താൽ മറാഠകളെ വേട്ടയാടി ആക്രമിക്കുകയാണെന്നാണ് പാട്ടീൽ പരാതിപ്പെടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാട്ടീൽ താക്കീത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെന്ന കാരണത്താൽ മറാഠ ജനവിഭാഗം ആക്രമിക്കപ്പെടുകയാണെന്ന് മനോജ് ജാങ്കരെ പാട്ടീൽ പരാതിപ്പെടുന്നു. മറാഠ സംവരണ വിഷയത്തിൽ സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പാട്ടീൽ വീണ്ടും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. മറാഠ താൽപര്യങ്ങളെ എതിർക്കുന്ന നേതാക്കൾക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് പാട്ടീലിന്റെ താക്കീത്. ज्याच्या जीवावर तो भाषण केलं ना त्याला मला विधानसभेला घेतो काच कादवला. അതേസമയം സമാധാനവും സാമുദായിക ഐക്യവും നിലനിർത്താൻ മറാഠ യുവാക്കളോട് പാട്ടീൽ अभ्यर्थിച്ചു. येडवणी करते, मराठ्यांना त्रास देते, मराठ्यावर अन्याय करते, गोरगरिबावरती हे काम असतं शांतता ठेवण्याचं नेत्याच. मी सांगितलं माझ्या समाजात शांत राहा. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നഷ്ടപ്പെട്ടത്. ഇതിന്റെ പേരിലാണ് ബിജെപി പ്രവർത്തകർ മറാഠ ജനവിഭാഗങ്ങളെ വേട്ടയാടി ആക്രമിക്കുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് പാട്ടീൽ ആഭ്യന്തരമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ എൻസിപി സ്ഥാനാർത്ഥി ബജ്രംഗ് സോനവാനിയോട് പരാജയപ്പെട്ട ബിജെപി സ്ഥാനാർത്ഥി പങ്കജ മുണ്ടയ്ക്ക് വോട്ട് ചെയ്യാത്തതിനാണ് ബീഡ് ജില്ലയിലെ ഗ്രാമങ്ങളിൽ മറാഠകൾ ആക്രമിക്കപ്പെടുന്നതെന്നാണ് പാട്ടീൽ പറയുന്നത്. അന്തർവാലി സാരഥി ഗ്രാമത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 2ാം ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മനോജ് ജാങ്കരെ പാട്ടീൽ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.